കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ്റെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാന്റെ ഇത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ 3-ാം വിവരണമായിട്ടാണ് ഇന്നത്തെ ഈ സുവിശേഷം ലൂക്കാ സുവിശേഷകൻ നൽകുക. 2 പരാമർശങ്ങൾ 24-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് നേരത്തെ കാണാൻ സാധിക്കും. 24:16-17 24:34 യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. 3-ാമത്തെ പരാമർശമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ സുവിശേഷത്തിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ ഭൂതത്തെ പോലെയാണ് കടന്നു വന്നത് എന്ന ഒരു അസ്വസ്ഥത ശിഷ്യന്മാരുടെ ഇടയിൽ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരുപക്ഷെ ലൂക്കാ സുവിശേഷകൻ ഉപയോഗിച്ചത് യേശുവിൻ്റെ പ്രത്യക്ഷീകരണം ഒരു അസാധാരണം നിറഞ്ഞ സംഭവമായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയായിരിക്കാം. അതേസമയം അതിലുള്ള സാധാരണത്വവും കാണിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ലൂക്കാ സുവിശേഷകനെയും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് എൻ്റെ കൈകളും കാലുകളും അതുപോലെ എൻ്റെ അസ്ഥികളും അതുപോലെ ഭക്ഷണം കഴിക്കാൻ തരാൻ എന്നെല്ലാം പറയുന്നത്. ഇതിൽ നിന്ന് ആദിമ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സംശയം, എങ്ങനെയായിരിക്കും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരം ഇരുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. ആദിമ സമൂഹത്തിന് ആ 2 തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരം മുമ്പ് ഉള്ളതുപോലെ തന്നെയായിരുന്നു, അതോ ഒരു ഭൂതത്തെ പോലെ ഉള്ളതായിരുന്നു. കാരണം അവൻ ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പിന്നീടുള്ള പരാമർശങ്ങളിലെല്ലാം അവൻ പ്രത്യക്ഷപ്പെട്ടു, അവൻ അപ്രത്യക്ഷനായി, അങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2 തരത്തിലുള്ള ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് ആദിമ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഉദ്ധിതനായ ക്രിസ്തു അവരുടെ ഇടയിലേക്ക്, അതും വാതിലടച്ചിരുന്ന ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുക? അതേസമയം അവൻ ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നു. അവരെ പോലെ തന്നെ അവനും ഭക്ഷിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ആദിമ സമൂഹത്തിൽ ഈ 2 തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ 2 തരത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ നോക്കിക്കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വളരെ വ്യക്തമായി സഭാമക്കൾക്ക് അതിന് ഉള്ള ഉത്തരം കൊടുക്കുക. അവിടെ
പൗലോസ് ലീഗ പറയുന്നത് ഇപ്രകാരമാണ്: വിതയ്ക്കപ്പെട്ടപ്പോൾ ഭൗമിക ശരീരത്തിലും ഉയർപ്പിക്കപ്പെടുമ്പോൾ അത് ആത്മീയ ശരീരത്തിലുമാണ്. പ്രിയമുള്ളവരെ, ആ ഒരു അർത്ഥത്തിൽ വേണം യേശുവിൻ്റെ ഉത്ഥാനത്തെയും നമ്മൾ നോക്കിക്കാണുവാൻ. ഭൗമികമായ ശരീരത്തിലല്ല, ആത്മീയമായ ശരീരത്തോടു കൂടിയാണ് അവൻ ഉയർപ്പിക്കപ്പെട്ടത്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ യേശുവിൻ്റെ ഉത്ഥാനത്തെ നോക്കിക്കാണേണ്ടതും. അതേസമയം ഇന്നത്തെ ഈ വായനയിലൂടെ ഏറ്റവും അവസാനം യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ആ ദൗത്യം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നു അവർക്ക് നൽകുന്ന ദൗത്യം? പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും നമ്മളെയെല്ലാം അനുതാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ മരണശേഷവും ഉദിതനായ ക്രിസ്തു തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ദൗത്യം അതുതന്നെയാണ്: അനുതാപത്തിലേക്ക് കൂടെയുള്ളവരെ നയിക്കുക. ആ അനുതാപം, പാപമോചനത്തിലുള്ള അനുതാപം, അത് ആരംഭിക്കേണ്ടത് ജെറുസലേമിലാണ് എന്ന് പറയുമ്പോൾ ജെറുസലേം എന്തിൻ്റെ സൂചനയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ജെറുസലേം ബലിയർപ്പണത്തിൻ്റെ, അതുപോലെ തന്നെ അനുരഞ്ജനത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുക. ജെറുസലേം അനുരഞ്ജനത്തിൻ്റെ ഇടമാണ്, അതുപോലെ ബലിയർപ്പണത്തിൻ്റെ ഇടമാണ്, അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. അതിനാൽ തന്നെ പാപമോചനത്തിലുള്ള അനുതാപം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? ജെറുസലേമിൽ നിന്നാണ് എന്നാണ് യേശു പറയുക. അവിടെയാണ് യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. ജെറുസലേമിലേക്കുള്ള ആ യാത്രയുടെ അവസാനം കാൽവരിയിലായിരുന്നു. ആ കാൽവരിയിൽ നിന്നും യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ഈ തരത്തിലുള്ള ഒരു ദൗത്യം നൽകുകയാണ്. പ്രിയമുള്ളവരെ, അവൻ ആ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? തങ്ങൾക്ക് ഉണ്ടായ ആ ഉദിതനായ ക്രിസ്തുവിൻ്റെ അനുഭവമാണ്. എമാവൂസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാർ തിരിച്ചു വന്ന് തങ്ങൾ എപ്രകാരമാണ് അപ്പം മുറിച്ച വേളയിൽ അവനെ തിരിച്ചറിഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ പത്രോസും യേശുവിനെ കണ്ട കാര്യത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്നലെ വായിച്ച സുവിശേഷത്തെ അവസാനം നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ഉദിതനായ ക്രിസ്തു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് യേശുനാഥൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരിക. അവിടെയും അവർക്ക് ആശംസിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അതേ യേശുനാഥൻ ഇന്ന് ഉദിതനായപ്പോഴും ആ ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്തത് സമാധാനമാണ്. ആ സമാധാനം ഈ ലോകം നൽകുന്നത് പോലെയല്ല, മറിച്ച് അത് പുത്രനായ ദൈവം നൽകുന്ന സമാധാനം എന്നും അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇവർ യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ നിങ്ങളുടെ ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, എൻ്റെ കൈകളും കാലുകളും കാണുക, എൻ്റെ ആണിയുടെ പഴുതുകൾ, അതെല്ലാം അവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, അവരിൽ വിശ്വാസം വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ തന്നെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം മറ്റൊരു തരത്തിലൂടെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. ശിഷ്യന്മാരുടെ വിശ്വാസം ഉയർത്തുന്ന ഒന്നായിരുന്നു യേശുവിൻ്റെ പ്രത്യക്ഷീകരണം. പ്രിയമുള്ളവരെ, ആ യേശുനാഥനെക്കുറിച്ച് ഇന്ന് നാം അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ വിശ്വാസത്തിൻ്റെ ഉയർച്ചയുണ്ടായിരിക്കണം. പലപ്പോഴും യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉയർച്ചയിലേക്ക് എത്തുമ്പോഴാണ് നാം ഓരോരുത്തരും യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. അതേസമയം ആ ജെറുസലേമിൽ ആരംഭിച്ച പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ ആ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ തുടരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറും. നമ്മളെല്ലാവരും തന്നെ യേശുവിൻ്റെ ശിഷ്യരാണ്. ആ ഒരു ബോധ്യത്തിൽ യേശുനാഥൻ എപ്രകാരമാണോ തൻ്റെ ശിഷ്യന്മാരെ ആ ദൗത്യം ഏൽപ്പിച്ചത്, അത് എനിക്ക് കൂടി തന്നതാണ് എന്ന ബോധ്യത്തിൽ ആ ദൗത്യം തുടരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എമാവൂസിലേക്കുള്ള യാത്രയിൽ യേശുനാഥൻ എപ്രകാരമാണ് ആ ശിഷ്യന്മാരോടൊപ്പം ഒരു സഹയാത്രികനായിട്ട് മാറിയത്.
അതുപോലെ നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സഹയാത്രികരായിട്ട് മാറാം. അവരെയും വിശ്വാസത്തിലേക്ക് ഉയർത്തുന്നവരായിട്ട് നമുക്ക് മാറാം. ഉദിതനായ ക്രിസ്തുവും വിശുദ്ധ ഗ്രന്ഥം വളരെ മനോഹരമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് എപ്രകാരമാണ് മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരിലുമെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. എമാവൂസിലേക്കുള്ള ആ സംഭവത്തിലും അതുതന്നെയാണ് കാണുക. 2 ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ച് എന്തെല്ലാമാണോ എഴുതപ്പെട്ടിരിക്കുന്നത് അതെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്ന കർത്താവ്. ആ വിശദീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനാണ്. നമ്മളിലുള്ള ആ വിശ്വാസം അതിൻ്റെ പൂർണ്ണമായ ഉയർപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവ്യബലിയിൽ നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആ ദൗത്യം തുടരാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്നും നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.